ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ, അതായത് കുറച്ച് ചേരുവകൾ മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കറീനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഈ ഒരു പനീർ ബട്ടർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബട്ടറാണ്. അപ്പോൾ നമ്മൾ ബട്ടറാണ് കേട്ടോ അതിൽ ചേർക്കുന്നത്. ഇല്ലായെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ആണ് എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് നൈസായിട്ട് അരിയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുത്താൽ മതി. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വരണ്ട. ിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ തക്കാളിയാണ് കേട്ടോ. ഈ ഒരളവ് കറക്റ്റാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 6 ഉണക്കമുളകാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചേർക്കുക. പിന്നെ എരിവിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ മുളക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 6 എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് തക്കാളിയൊക്കെ ഉടഞ്ഞ് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെയൊക്കെ പച്ചച്ചോവ മാറുന്നത് വരെ മാത്രം മതി. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഗ്രേവിയിലേക്കുള്ള മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കുക. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഒന്നും ഉടഞ്ഞ് അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തി, ഇത് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് അതിന് കസൂരി മേത്തിൻ്റെ ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചേർക്കുക. താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് എന്തായാലും ചേർക്കണം. അതൊന്ന് ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഇത് നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മൾ ആ സെയിം പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കാശ്മീരി എണ്ണ ചേർക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചോവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സി കഴുകിയ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം കൂടി കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ഗ്രേവി. നല്ലൊരു തിക്കായിട്ടുള്ള നല്ല റിച്ച് ഗ്രേവിയാണ്. ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പനീറാണ്. ഞാനിവിടെ ക്യൂബ്സായിട്ട് വാങ്ങിച്ചിട്ടുള്ള 200 ഗ്രാം പനീറാണ് ചേർത്തിട്ടുള്ള ഒരു പാക്കറ്റ് പനീറാണ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീറിന് ഒരുപാട് വേവില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒത്തിരി നേരം ഇട്ട് ഇളക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാകും. പ്രധാനമായിട്ട് ഞാൻ വേറൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്. അതായത് 1 ടീസ്പൂൺ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വരെ പാൽപ്പൊടി ചേർത്തിട്ടുള്ള ഒരു മിക്സ്, ഒരു കട്ടിയായിട്ടുള്ളൊരു മിക്സ്, അത് ഞാനിതിലേക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ചേരുവയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മൾ മിൽക്ക് മേഡ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തേന്, ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര. ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കട്ടിപ്പാൽ, 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ചേർക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്രേ വേണ്ടുള്ളൂ. ഇതാ അപ്പോൾ നമ്മളുടെ പനീറൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉള്ളൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ പറഞ്ഞ ടിപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പാൽപ്പൊടി ഉള്ളവരാണെങ്കിൽ കുറച്ച് പാലെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കണക്കാക്കി മാത്രം ചെയ്താൽ മതി. പിന്നെ ബട്ടറിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ, വേറെ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർക്കുന്നത് ബെറ്റർ, നല്ല ടേസ്റ്റ് ഡിഫറൻസ് വരുത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ മിക്സ് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടറും കൂടി കുറച്ച് മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ഒരു കറി നമുക്ക് എന്താ പറയുക, ഈ പൂരി, ചപ്പാത്തി, പൊറോട്ട, ബട്ടർ നാൻ, അതുപോലെ തന്നെ ബട്ടൂര, ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ.